അനിയത്തിക്ക് ഇങ്ങനെ ഒരു കത്ത് നീ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കില്ലെന്നറിയാം. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സന്തോഷമോ പരിചരണമോ നൽകുവാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഭാരമായി ജീവിക്കുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. എന്റെ മോള്, അവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നീ വേണം ഇനി അവളെ വളർത്താൻ. മറ്റൊരു സ്ത്രീയെ എന്റെ മോൾ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ മോളുടെ അമ്മ എന്നും ഇനി നീ ആയിരിക്കണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ ഈ ചേച്ചിയോട് പോർക്കുമല്ലോ. സസ്നേഹം, ചേച്ചി. ഞങ്ങൾ വന്നത് മിസ്സിസിന്റെ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ. യെസ്, ഇതൊരു സൂയിസൈഡാണെന്ന നിഗമനത്തിലാണ് ഞങ്ങളും എത്തിയത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നതും. ഈ ലെറ്റർ കൂടി ആയപ്പോൾ ഇറ്റ്സ് കൺഫേംഡ്. സാർ, ആക്ച്വലി നമ്മളവിടെ ചെന്നത് സാർ, ആൻസിയുടെ മരണം ഒരു ആത്മഹത്യ അല്ല എന്ന നിഗമനത്തിലാണ് നമ്മളവിടെ ചെന്നത്. എന്നിട്ട് സാർ അവരോട് പറഞ്ഞത്, എടോ, ഇതിനാണ് പ്രായവും പക്വതയും വരണമെന്ന് പറയുന്നത്. സമയവും സന്ദർഭവും നോക്കി വേണം നമ്മൾ റിയാക്ട് ചെയ്യാൻ. ആ കത്തുകൂടി കിട്ടിയതോടെ ആൻസി ആത്മഹത്യ ചെയ്തിരിക്കുകയാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ചെന്ന് അവരെ വെറുതെ കൺഫ്യൂസ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ സാർ ജാഫറോ, ജാഫറിന് ഈ മരണവുമായി ബന്ധമുള്ളതായി നമ്മുടെ കയ്യിൽ സ്ട്രോങ് എവിഡൻസ് ഒന്നുമില്ലല്ലോ. അയാൾ അവിടെ ചെന്നു എന്നുള്ളതിനുള്ള പ്രൂഫല്ലേ ഉള്ളൂ. അത് നമ്മുടെ രണ്ട് കോന്തന്മാർ അവിടെ കാവൽ നിൽക്കുമ്പോഴല്ലേ അവൻ പുല്ല് പോലെ വന്നിട്ട് പോയത്. പുറത്തു പറയാൻ പറ്റുമോ? താൻ ആദ്യം ആ ജാഫറിനെ പൊക്കാൻ നോക്ക്. സാർ, കൃഷ്ണോളെ, എന്റെ 12 എടുത്തോ. ഹലോ. ഹലോ സണ്ണി. ഹാവ് എ ഡ്രിങ്ക് പ്ലീസ്. നോ താങ്ക്സ്. എന്താണോ ഇത്? തന്നെ എവിടെയെങ്കിലും പതിവുള്ളതല്ലോ. തനിക്കത് എന്ത് പറ്റി? എന്തോ പറ്റാൻ, എല്ലാം പോയില്ലേ. എന്റെ ആൻസി എന്നെ വിട്ടു പോയില്ലേടോ. അവക്ക് വേണ്ടി ഒരിക്കൽ ഞാനിതെല്ലാം അവസാനിപ്പിച്ചായിരുന്നു. ഇപ്പോഴും അവക്ക് വേണ്ടി തന്നെ ഞാനിതെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. ആൻസി, അവൾ ഒരിക്കലും എന്നോട് ഇത്രയ്ക്ക് ക്രൂരത കാട്ടാൻ പാടില്ലായിരുന്നു. എനിക്ക് വേണ്ടി, എന്റെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അവൾ എന്നെ വിട്ടുപോയി. ഇപ്പൊ ഞാൻ സുഖിക്കുവാണോ, സന്തോഷിക്കുവാണോ? വേണോ, ഞാൻ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് തനിക്കറിയാമോ? എവിടെ പോയാലും എന്റെ ആൻസിയുടെ ഓർമ്മകൾ എന്നെ ഹോണ്ട് ചെയ്യുക. റിയലി ഐ ഫെഡ് അപ്പ്. നോ സണ്ണി, നോ, ഇനി വേണ്ട. വാ, എഴുന്നേക്ക്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. ഐ ആം ഓൾ റൈറ്റ്, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സണ്ണി, താൻ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക്? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ആൻസി, എന്റെ ആൻസി, അവൾ എന്റെ കൂടെ ഉണ്ട്, ഏത് സമയത്തും എപ്പോഴും.
പിന്നെ എങ്ങനെയാണോ ഞാൻ ഒറ്റയ്ക്കാവുന്നേ? ഷീസ് വിത്ത് മീ ഓൾവേസ്. നമ്മൾ അവനെ ഇങ്ങനെ തനിച്ചു വിട്ടേച്ച് പോയാൽ എങ്ങനെയാ? ഇന്നലെ കയറി വന്നത് കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു തുള്ളി മദ്യം പോലും കൈകൊണ്ട് തൊടാത്തവനായിരുന്നു എന്റെ മോൻ. എന്റെ കർത്താവേ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലേ? നിങ്ങൾ എന്നതായി ആലോചിക്കുന്നേ? പകലേ എന്റെ മനസ്സിലൊരു ഉൾവിളി, നമുക്ക് അവനെ കൊണ്ട് രണ്ടാമൊന്ന് കെട്ടിച്ചാലോ? നിങ്ങൾ എന്നതായി പറയുന്നേ? മറ്റൊരു പെണ്ണിനെ കെട്ടാൻ അവൻ സമ്മതിക്കുവോ? എന്നാ സമ്മതിച്ചാല്? അവളൊരു മണ്ടത്തരവും കാണിച്ചങ്ങ് പോയെന്ന് വെച്ച് ഇനിയുള്ള കാലം മുഴുവൻ അവൻ അവളെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ കാര്യം എന്താവും? തന്നെയുമല്ല, ഇനിയൊന്ന് കെട്ടാതിരിക്കാനും മാത്രം അവനത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അത് അവനും കൂടെ തോന്നണ്ടേ? അല്ല, ഇനി അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് വെച്ചോ. എന്നാലും മറ്റൊരു പെണ്ണ് ഈ വീട്ടിൽ ആൻസിയുടെ സ്ഥാനത്ത്. അതിനാര് പറഞ്ഞു മറ്റൊരു പെണ്ണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന്? നമ്മുടെ സോണിയാമോളുടെ കാര്യമല്ലോ ഞാൻ പറഞ്ഞത്. രണ്ടുപേരും പരസ്പരം അറിയാവുന്നവരല്ലേ. തന്നെയുമല്ല, ആൻസിയുടെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നല്ലോ. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവന് രണ്ടാമതൊന്ന് കെട്ടേണ്ടി വരും. അത് സോണിയ ആയാൽ അനുമോളുടെ കാര്യത്തിൽ നമുക്കൊരു സമാധാനമുണ്ടല്ലോ. ഒരാണാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, ഇതൊരു പെങ്കൊച്ച. ഒരമ്മയുടെ ലാളനയിലും ശാസനയിലും വേണ്ടേ പെങ്കൊച്ചങ്ങൾ വളരാൻ? തന്നെയല്ല, സോണിയയ്ക്കാണെങ്കിൽ അനുമോളെന്ന് വെച്ചാ ജീവന, അവക്ക് അങ്ങോട്ടും. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ നോക്കാൻ നമ്മുടെ സോണിയയ്ക്ക് മാത്രമേ കഴിയൂ. ചെറിയാച്ചൻ എന്നതാ ഒന്നും പറയാത്തത്? എന്റെ മനസ്സിലും അങ്ങനെ തോന്നാതിരുന്നില്ല. നമ്മളെല്ലാം ഒരുപോലെ ചിന്തിച്ചത് കർത്താവിന്റെ അരുളപ്പാട് കൊണ്ടാ ചെറിയാച്ച. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബന്ധമുണ്ടാകുന്നതാ ഈ അവസ്ഥയിൽ എല്ലാം കൊണ്ടും നല്ലത്. അപ്പച്ചൻ എന്നതായി പറയുന്നേ? സണ്ണിച്ചായനെ മറ്റൊരു രീതിയിൽ കാണാൻ എനിക്കാവില്ല. മോളെ, ഒക്കെ ശരിയാ. അപ്പച്ചൻ നിന്നോട് കാര്യം ആവശ്യപ്പെട്ടവനെ ഒരു കണക്കിന് തെറ്റാ. പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ സണ്ണിയെ തനിച്ചങ്ങ് വിട്ടാൽ അനുമോളുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ ഈ ദുഃഖവും വിഷമമൊക്കെ മാറുമ്പോൾ സണ്ണി അവളെ ഏതെങ്കിലും കോൺവെന്റിൽ കൊണ്ടുവന്നാക്കും. ഒരമ്മയുടെ സ്നേഹവും പരിചരണവും കിട്ടുന്ന പ്രായത്തിൽ നമ്മുടെ അനുമോള് തന്നെയുമല്ല, സണ്ണി വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ അനുമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കും. ആൻസി അവളെ പ്രസവിച്ചൊന്നില്ലേ ഉള്ളൂ. കുഞ്ഞുനാൾ മുതലേ നിന്നോടായിരുന്നല്ലോ അവൾക്ക് അടുപ്പവും താല്പര്യവും. നമ്മളെല്ലാവരും എന്നും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്ന മരിച്ചുപോയ ആൻസി മോള് തിരിച്ചു വരുമോ? കാലത്തിന് മായ്ക്കാനാവാത്ത വേദനയും ഓർമ്മകളും ഒന്നുമില്ല സണ്ണി. അതുകൊണ്ട് എന്നെ മോൻ വേണ്ട പച്ച, എന്നെ നിർബന്ധിക്കരുത്. മോനെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അനുമോൾക്ക് വേണ്ടി നിന്നെ വിവാഹം കഴിക്കാൻ സോണിക്ക് സമ്മതമാണ്. സമ്മതം? എല്ലാവരും കൂടി അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അതാ ശരി. പാവം സോണി, നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സ് കാണാൻ കഴിയില്ല. എടാ സണ്ണി, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ അനിയത്തിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. ആയിരിക്കാം, എന്ന് വെച്ച് ഞാനും അങ്ങനെ ആവണമെന്നുണ്ടോ? വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായി എന്നെ സോണി വിവാഹം കഴിക്കാന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും ഞാൻ അവൾക്ക് അനുയോജ്യനായ ഭർത്താവല്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്കൂ. ഞാനും എൻ്റെ മോളും ആൻസിയുടെ ഓർമ്മകളുമായി ഇവിടെ കഴിഞ്ഞോളാം.
ഇതവൻ തന്നെ ആയിരിക്കും. ജാഫർ. അവൻ തന്നെയാണ് വന്നതെന്ന് തനിക്ക് തീർച്ചയാണോ? വളരെ വേഗമായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബട്ട് ഫിസിക്ക് വെച്ച് നോക്കുമ്പോ അത് അവൻ തന്നെ ആകാനാണ് സാധ്യത. താൻ എന്തൊരു ഫൂളിഷ്നെസ് ആയി കാണിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഫോൺ ചെയ്തിട്ട് എന്നാത്തിനാ? നിങ്ങൾ എത്തും മുമ്പ് അവൻ അവന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഷെറ്റ്, തന്റെ ഒരു ഒറ്റ നിർബന്ധം കാരണം പോലീസുകാരെ അവിടുന്ന് മാറ്റിയത്. സാരമില്ല, നാളെ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യാം. അയ്യോ ചതിക്കല്ലേ. നേരം വെളുത്താ കണി കാണുന്ന പോലീസ് തൊപ്പിയ. പിന്നെ അന്നത്തെ ദിവസം പോക്ക. ഏറിയാൽ 1 or 2 days. അതിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും. ഇറ്റ്സ് എ ചാലഞ്ച്. ഇന്ന് പുതുവർഷ ആരംഭം. രാവിലെ അനുമോളെ ഫോൺ ചെയ്തു. എനിക്കൊന്നും അറിയണല്ലോ. എന്താ ഞാൻ കാണാൻ പാടില്ല. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സാഹിത്യകാരനോട് കൂടിയിട്ട് ഡയറി എങ്കിലും എഴുതാൻ പഠിച്ചല്ലോ. നേരെ മനസ്സിലിരിക്കട്ടെ. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. അപ്പോ ഇതൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ? ഉമ്മ ഉമ്മ ഉമ്മ. ഏതുമ്മയാ? ഐഷുമ്മയോ പാത്തുമ്മയോ? പൂടി അവിടുന്ന്. പിന്നെ ഒരു രജിസ്റ്റർ ലെറ്റർ ഉണ്ടായിരുന്നു. സണ്ണിച്ചാൻ കോടതി പോയല്ലോ. അതൊന്നും സാരമില്ല, ആരെങ്കിലും ഒന്ന് വരച്ചു തന്നാ മതി. മാന്യമിത്രമേ, താങ്കളുടെ മാന്ത്രിക കുതിര എന്ന നോവലിന്റെ മാനുസ്ക്രിപ്റ്റ് വായിച്ചു നോക്കി. മനോഹരമായിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞതെന്നറിയില്ല. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രിന്റിംഗ് ആരംഭിക്കാമായിരുന്നു. താങ്കളുടെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും ഈ നോവൽ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വേണ്ടത് ചെയ്യുമല്ലോ. വിധേയൻ, മാത്യു വർഗീസ്. ആഹാ, നീ ഇതപ്പോ വന്നു. എന്നതാണോവേ, നിന്നെ കണ്ട സിനിമയുടെ ഹീറോ മാതിരി ഉണ്ടല്ലോ. ആകെ അങ്ങ് തടിച്ചുരുണ്ട് കൊഴുത്ത്. എന്താ കഥാ തിരക്കഥ സംവിധാനമൊക്കെ കൂടാതെ ഇപ്പൊ അഭിനയം തുടങ്ങിയോ? ഓ, ഞാൻ അതൊക്കെ എന്നെ നിർത്തി കലാ കച്ചവടത്തിന് വഴിമാറിക്കൊടുത്തു. രാവിലെ മുതൽ റബ്ബർ തോട്ടത്തിലും പാടത്തുറങ്ങി അധ്വാനിച്ചപ്പോഴല്ലേ എന്റെ സുഖം മനസ്സിലായത്. അവിടുത്തെ കാറ്റിനും വെള്ളത്തിനും ഒക്കെ എന്നാ കുളിർമയെന്നറിയോ? എടാടാടാ, വെറുതെ പറഞ്ഞെന്നെ കൊതിപ്പിക്കാതരാ. സത്യം പറഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. എന്നാ ചെയ്യാനാ? ഇവിടുത്തെ ഈ മുടിഞ്ഞ നിരക്കിനിടയ്ക്ക് സമയം കിട്ടണ്ടേ? ആട്ടെ, നീ എന്നെ അപ്പച്ചനപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരാതെ? ഓ, അതിനവരവിടെ ഉണ്ടായിട്ട് വേണ്ടായോ?
ഭരണം എനിക്ക് കൈമാറിയിട്ട് ഒരു ഹണിമൂണിന് പോയിരിക്കില്ലയോ? ആഹാ, ഇത്തവണ എങ്ങോട്ടാ? ഗോവയിലേക്ക്. അവിടെ ഫെലിയൊക്കെ അടിച്ചു കറങ്ങി വാൾ വെച്ച് നടക്കുന്നുണ്ടാവും. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എനിക്കൊരു ഇത്തിരി പണി കൂടെ തീർക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഒരു രക്ഷയില്ല. എനിക്കിപ്പോ തന്നെ പോണം. ഞാൻ ഇച്ഛാൻ വരാൻ വേണ്ടി കാത്തിരിക്കല്ലായിരുന്നോ? ഞാൻ വളം വാങ്ങാൻ വണ്ടി കൊണ്ടുവന്നിരിക്കുക. അവിടെയാണെങ്കിൽ തോട്ടത്തിൽ ജോലിക്കാരൻ നിപ്പുണ്ട്. വള സമയത്ത് ചെയ്തില്ലെങ്കിലേ റബ്ബർ പാല് തരത്തില്ല. റബ്ബർ പാല് തന്നില്ലെങ്കിൽ കയ്യിൽ ജോർജ് കുട്ടിയും വരത്തില്ല. മനസ്സിലായ? അപ്പൊ ഞാൻ പോവാ. അടുത്ത ആഴ്ച വീണ്ടും വരുന്നുണ്ട്. 2 പൂവൻകൊലയൊക്കെ ആയിട്ട്. പൂവമ്പഴം എന്ന് പറഞ്ഞാൽ ഇച്ചായന് ജീവനാണെന്ന് എനിക്ക് അറിയത്തില്ലയോ. പണ്ട് ബഡ്ജറ്റ് ബോളിൽ എന്തൊക്കെ കാണിക്കുന്നത് ഞാൻ പറയാം. എന്താ ഇതെല്ലാം? ഏയ് ഒന്നുമില്ലെന്നേ, കുറച്ച് ഡ്രസ്സസ് സോണിക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സസ് ഉണ്ടല്ലോ, വെറുതെ എന്തിനാ? ഓ, വൈകിട്ടൊരു പർച്ചേസിംഗ് മൂഡ് തോന്നി. എന്നെ ഇന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല, 2-3 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ, എന്താ നോവൽ സണ്ണിച്ചാൻ കറക്ഷൻ ചെയ്ത് കൊടുക്കാത്തത്? ഏത് നോവൽ? മാന്ത്രിക കുതിര. അത് സണ്ണിച്ചാന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും എന്നല്ലേ അവര് പറയുന്നത്. ഇനി അത് വേണ്ട. എഴുതുമ്പോഴേ ആൻസിക്കത് ഇഷ്ടമല്ല. ഇൻസ്പിറേഷൻ എഴുതിയെടുക്കാൻ അവളുള്ളപ്പോ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്തൊരു ത്രില്ലായിരുന്നു. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ എഴുതി തരാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും. ഇതേ ഞാൻ നിനക്ക് സ്പെഷ്യലായി വാങ്ങിയ ഡ്രസ്സാ. ഇതൊന്ന് ഇട്ടുണ്ടോ വന്നേ. പിന്നെ ഇന്നലെ രാത്രി പേടിയും ബഹളമായിട്ടൊക്കെ അങ്ങ് പോയി. ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള ഫസ്റ്റ് നൈറ്റ്. May I come in, sir? സണ്ണിച്ചായ, ഇതെങ്ങനെയുണ്ട്? ആര് പറഞ്ഞു നിന്നോട് ഇതിടാൻ? ഇത് ചേച്ചിയുടെയാ? അതെ, അതുകൊണ്ട് തന്നെ എന്തിനിട്ടോ ഞാൻ ഓരോന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹാൻസിയെ കുറിച്ചുള്ള ഓർമ്മകൾ. നിനക്കതറിയില്ല. സണ്ണിച്ചായ, ഓ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവാൻ. സണ്ണിച്ചായ, Get lost! Get lost! Get lost!